ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഈ പഠന പരമ്പരയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി പുതിയ നിയമത്തിലെ 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പതിമൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 20 വാക്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ വിവരണങ്ങളിലാണ് നമ്മളുള്ളത്. 2 ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിലൊന്നാമത്തേത് യേശു കർത്താവിനെ പെസഹ കുഞ്ഞാടായി യോഹന്നാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 2-ാം ഭാഗം നമ്മുടെ കർത്താവിൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് യോഹന്നാൻ്റെ രേഖകളാണ്. ഈ 2 പഠനഭാഗങ്ങളിൽ രണ്ടാമത്തേതായ യേശു കർത്താവിൻ്റെ മഹത്വീകരണത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമുള്ള ഈശോയുടെ കടന്നുപോകലിലൂടെയാണ് മനുഷ്യകുലത്തെ മുഴുവൻ പിതാവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവിടത്തേക്ക് സാധിച്ചത് എന്ന് വളരെ വ്യക്തമായി തന്നെയും യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു കർത്താവിനെ അവതരിപ്പിക്കുന്നതിലൂടെ ഈ അവതരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാകണം കർത്താവിൻ്റെ പീഡാസഹന, കുരിശുമരണ, ഉത്ഥാന രഹസ്യങ്ങളെക്കുറിച്ചും അതിലൂടെ ഉണ്ടായ കടന്നുപോകലിനെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗമുണ്ട്. അത് കൊളോസോസ് ലേഖനത്തിലാണ്. കൊളോസോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിലാണ് അപ്രകാരം ഒരു വചനം കാണുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വചനം സ്ക്രീനിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. സ്ക്രീനിലേക്ക് നോക്കാം. കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം ഇപ്രകാരമാണ്: അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ കൊളോസോസിലെ അവരെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്: അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നാണ് രക്ഷകനായ പുത്രനായ പെസഹ കുഞ്ഞാടായ മഹത്വീകരിക്കപ്പെട്ട യേശു കർത്താവ് നമ്മെ വിമോചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയും അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ, പുണ്യത്തിൻ്റെ, സത്യത്തിൻ്റെ, നന്മയുടെ, രക്ഷയുടെ വഴിയിലേക്കുള്ള കടന്നുപോകലാണ് ഇതിലൂടെ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസുകാരെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു എന്ന് ഈ വചനം കൂട്ടിച്ചേർക്കുകയാണ്. പ്രിയപുത്രനായ യേശു കർത്താവ് ആരുടെ പ്രിയപുത്രനാണ്? പിതാവിൻ്റെ. മാമോദീസ വേളയിലും അവൻ്റെ രൂപാന്തരീകരണ സമയത്തും പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ലോകത്തോട് പറയുന്നുണ്ട്. ദൈവപിതാവിൻ്റെ പ്രിയപുത്രനായ യേശു കർത്താവിനെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്നും ആ യേശു കർത്താവിൻ്റെ കടന്നുപോകൽ രക്ഷാകരമായ അന്ധകാരത്തിൽ നിന്നും രക്ഷയിലേക്കുള്ള കടന്നുപോകലാണ് എന്നും പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 13-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ പെസഹ രഹസ്യത്തിൽ ഉൾച്ചേർന്നു ജീവിക്കുന്നവരെ അവിടുന്ന് തന്നോടൊപ്പം പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുമെന്ന് ഇവിടെ ഒരു വിവക്ഷയുണ്ട് എന്ന് വിവരണത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ. ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ മൂർത്തഭാവങ്ങളാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കാൽവരി കുരിശിൽ മരത്തിലേക്ക് കൈകൾ രണ്ടും ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് യേശു കർത്താവ് 3 ആണികളിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ ഇങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് ക്രൂശിതനായവൻ നമുക്ക് വേണ്ടി യേശു കർത്താവിലൂടെ രക്ഷപ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ
രക്ഷ നൽകുന്ന പ്രിയപുത്രനായി മാറിയത്. ഇതിലൂടെയാണ് അവൻ ലോകത്തിൻ്റെ രക്ഷ സാധ്യതമാക്കിയത് എന്ന് സഹോദരങ്ങളെ ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് ദൈവസ്നേഹത്തിൻ്റെ മൂർത്തമായ ഭാവമാണ്. എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം എന്ന് പറയുന്നത് കേവലം ഒരു രൂപമില്ലാത്തതല്ല, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ രൂപം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സാധാരണ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് അറിയാവോ? ഞാൻ ക്രൂശിത രൂപത്തിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ സ്നേഹം അച്ഛാ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നേ? അച്ഛൻ പല പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ പലരും ചോദിക്കാറുള്ള കാര്യമാണ്, കൺവെൻഷനുകൾക്കും മറ്റുമൊക്കെ പോകുമ്പോൾ. അച്ഛാ ദൈവം സ്നേഹമാണ് സ്നേഹമാണ് എന്ന് അച്ഛൻ ഇങ്ങനെ പല ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം എന്താണെന്ന് എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അച്ഛൻ പറയുന്ന ഈ ദൈവസ്നേഹം എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റാത്തത്? സുഹൃത്തെ, കണ്ണുകൾ ഉയർത്തി കാൽവരി കുരിശിലേക്ക് നീ നോക്കണം. ആ കാൽവരി കുരിശിൽ മൂർത്തമായ ദൈവപുത്രൻ ആ കുരിശിൽ കിടക്കുന്നത് കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം രക്തം കട്ട പിടിച്ച് ഘനീഭവിച്ച് ആ കുരിശിൽ അങ്ങനെ ഒരു മാംസപിണ്ഡമായി അവൻ കിടക്കുന്നത് കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹമല്ലാതെ മറ്റെന്താ അത്? അതുകൊണ്ട് തന്നെ ഈ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതൊരു പ്രധാനപ്പെട്ട വസ്തുതയും ഇത് തന്നെയാണ്. പെരുമ്പടവും ശ്രീധരൻ നായർ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള മനോഹരമായ നോവൽ എഴുതിയ, കർത്താവിനെക്കുറിച്ച് മനോഹരമായൊരു വീക്ഷണം ഈ ലോകത്തിലെ സാഹിത്യരചനാ സൃഷ്ടികളിലൂടെ നൽകിയ പെരുമ്പടവും ശ്രീധരൻ നായർ എഴുതുന്നുണ്ട്. ഇലഞ്ഞി പള്ളിയുടെ ഏറ്റവും പുറകിലുള്ള ഭിത്തിയിൽ ചാരിയിരുന്ന് ഞാൻ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉച്ചക്കഞ്ഞി കഴിക്കാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ മറ്റു കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ്റുപാത്രം കാലിയായിരുന്നതുകൊണ്ട് സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണ സമയത്ത് ഓടി ഞാൻ ആ ക്യാമ്പസിനകത്തുള്ള പള്ളിക്കകത്ത് ചെന്നിരിക്കും. പള്ളിയുടെ ഏറ്റവും പുറകിൽ ചുമരിൽ ചാരി ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസം കിട്ടുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? നേരെ കൺമുമ്പിൽ മധുബഹായിൽ അൾത്താരയുടെ മുകളിൽ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ കാൽവരി കുരിശിലേക്ക് നോക്കുമ്പോൾ, ആ കുരിശിൽ കിടക്കുന്ന യേശു കർത്താവിൻ്റെ വയറ്റിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസമാണ്. പെരുമ്പടവും ശ്രീധരൻ നായർ എഴുതി വച്ചിരിക്കുക, കർത്താവിൻ്റെ കുരിശിൽ കിടക്കുന്ന അവൻ്റെ വയറിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നും. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ വയറിനേക്കാൾ ഒട്ടും മെച്ചമല്ല അവൻ്റെ വയറ്. ഒട്ടിയ വയറുകളോടെ രക്തത്തിൽ കുളിച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ കാൽവരി കുരിശിൽ കിടക്കുന്നത് കാണുമ്പോൾ അവനെ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? അവനെക്കുറിച്ച് എങ്ങനെ എഴുതാതിരിക്കാൻ പറ്റും? അവനെക്കുറിച്ച് എനിക്ക് നിശബ്ദനാവുക സാധ്യമല്ല എന്ന് പെരുമ്പടവും ശ്രീധരൻ നായർ തൻ്റെ കാവ്യ രചനകളിലൂടെ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. കാരണം അവൻ കാൽവരി കുരിശിൽ മരിച്ചത് ദൈവസ്നേഹത്തിൻ്റെ മൂർത്തമായ ഒരു ഭാവമായിട്ടാണ്. എന്താണ് ദൈവസ്നേഹമെന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ കാൽവരി കുരിശിലെ ആ കർത്താവിങ്കലേക്ക് നോക്കണം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുക. അതുകൊണ്ടല്ലേ യോഹന്നാൻ സുവിശേഷകൻ 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ വളരെ മനോഹരമായി എഴുതി വച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിക്കാൻ തോന്നിപ്പിച്ചത് എന്ന്. സഹോദരങ്ങളെ, സുവിശേഷകൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുക എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവത്തെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനോട്, മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുക എന്നാണ് അർത്ഥം. ഈശോ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിന് കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത്
ദ നെയിം ഓഫ് ഗാഡ് ഈസ് മേഴ്സി എന്ന് പറഞ്ഞത്. കരുണയാണ് ദൈവത്തിൻ്റെ പേര്. കരുണയുള്ളവനായ ദൈവത്തെയാണ് മനുഷ്യാവതാരം എടുത്ത പുത്രനായ യേശു കർത്താവ് ഈ ലോകത്തിന് വേണ്ടി അവതരിപ്പിച്ചു തന്നത് എന്നത് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും ഈശോ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം വെളിപ്പെടുത്താനാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹ സമ്മാനമാണ് ഈശോ മിശിഹ എന്നുള്ള ബോധ്യത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്കുകൾ പ്രസക്തമാകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടി കുറിച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ വചനം ഇതാണ്: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനമാ. എങ്ങനെയാ ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണ് യോഹന്നാൻ സുവിശേഷകൻ ഈ വചനത്തിലൂടെ നൽകുന്നത്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ സ്നേഹം ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോഴാണ് അവൻ്റെ രക്ഷാകരമായ അനുഭവങ്ങളിലേക്ക് കടന്നു വരാൻ നമ്മളെ കൊണ്ട് സാധിക്കുക. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനത്തിലും 16-ാം തിരുവചനത്തിലും പറയുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹം പുത്രനിലൂടെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നു. അതുകൊണ്ട് തന്നെയും അടയാളങ്ങളുടെ പുസ്തകത്തിൽ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തെ 2ആയി നമ്മൾ ആമുഖത്തിൽ തന്നെ ഘടന അനുസരിച്ച് പൊതുവായി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗം അടയാളങ്ങളുടെ പുസ്തകം ദ ബുക്ക് ഓഫ് സയൻസ് എന്നും, രണ്ടാമത്തെ ഭാഗം മഹത്വത്തിൻ്റെ പുസ്തകം അഥവാ ദ ബുക്ക് ഓഫ് ഗ്ലോറി എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൽ അടയാളങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കുവാനായി പരിശ്രമിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത്. അതിന് അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ ഈശോയ്ക്ക് ലഭിച്ചു എന്നും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അനുകൂലമായി പ്രത്യുത്തരിച്ചവരുണ്ട്, പ്രതികൂലമായി പ്രത്യുത്തരിച്ചവരുണ്ട്. എന്താണെങ്കിലും യേശു കർത്താവ് ഈ ലോകത്തിന് നൽകുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മൾ നന്മ ചെയ്താലും ചിലരെങ്കിലുമൊക്കെ നമ്മൾ എതിർക്കുന്നവരുണ്ടാകും. അത് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുക. നമ്മൾ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ദോഷവും വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും ആരെങ്കിലുമൊക്കെ അതിൽ കുറ്റം കണ്ടുപിടിക്കും. 100% എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്ത് മുമ്പോട്ട് പോവുക അസാധ്യമാകുന്ന വിധം ഈ ലോകം അത്രമാത്രം ദുഷിച്ചു പോയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, മോശമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ദോഷൈക ദൃക്കിനെ പോലെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം സഹോദരങ്ങളെ പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. ഈശോയ്ക്കും ഇത് തന്നെയായിരുന്നു അനുഭവം. അതുകൊണ്ടാണ് നെഗറ്റീവായ പ്രത്യുത്തരങ്ങൾ ഈശോയ്ക്ക് കിട്ടിയത്. അവരിൽ പലരും അവനെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്, അവനെ കല്ലെറിയാൻ കൈകളിലെടുത്തു എന്ന് പറയുന്നുണ്ട്, പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല എന്ന് പറയുന്നുണ്ട്, അവനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്, അവനെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചവരുണ്ട്. ഇതൊക്കെ കാലാകാലങ്ങളായി ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, അവൾ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, അവൻ എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, എന്നെ ചേർത്ത് നിർത്തുന്നില്ലല്ലോ, എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്നെക്കുറിച്ച് മോശമായി പറയുന്നല്ലോ, എന്നെ ഒന്നും സഹായിക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ഈശോയ്ക്കും ഇതുപോലെയുള്ള തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്ന് ഞാൻ കരുതുക. അവൻ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായിട്ടും അവന് കിട്ടിയത് തിരസ്കരണമായിരുന്നു. അല്ലെങ്കിൽ അവൻ മരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈശോ ചെയ്ത എന്ത് കുറ്റത്തിൻ്റെ പേരിലാണ് അവന് കാൽവരി കുരിശിൽ മരിക്കേണ്ടി വന്നത്? കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാ 5 കുറ്റവിചാരണകൾ നടത്തി ഈശോയ്ക്കെതിരെ. അതിലെന്തായിരുന്നു കുറ്റം?
കർത്താവിനെ കാൽവരി കുരിശിൽ തൂക്കിക്കൊല്ലാൻ മാത്രം എന്തു കുറ്റം ചെയ്തവനായിരുന്നു അവൻ? ദൈവത്തിൻ്റെ സ്നേഹമായി ലോകത്തിൽ അവതരിച്ചു എന്നുള്ളതായിരുന്നോ അവൻ ചെയ്ത കുറ്റം? അപ്രകാരം ഒരു നീതിമാൻ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവെങ്കിൽ എൻ്റെ മുമ്പിലിരുന്ന് കണ്ണുനീർ വാർക്കുന്ന, നീതി ചെയ്തിട്ടും നന്മ ചെയ്തിട്ടും നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടും ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഈശോയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഇതും കടന്നു പോകും. ഈ വിഷമങ്ങൾ മാറും, ഈ കണ്ണുനീര് തുടയ്ക്കപ്പെടും. അതുകൊണ്ട് അവനോടൊപ്പം അവൻ്റെ രക്ഷാകരമായ അനുഭവത്തിലൂടെയുള്ള കടന്നുപോകലാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെ മുൻപിൽ വെക്കുന്നത്. പ്രയാസങ്ങളെക്കുറിച്ചോർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് മാത്രം ഇരിക്കുന്നവരാകാതെ അപ്രകാരം ജീവിക്കുന്നവരെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് അവർ അവരുടെ ഭൂതകാലത്തിൽ ജീവിക്കുന്നവരാണ് എന്നതാണ്. അല്ലേ? നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പൊട്ടിക്കരയുന്നെങ്കിൽ, ഓർത്തോർത്ത് കരയുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ കാലത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. മറ്റു ചിലർ നേരെ മറിച്ചാണ് കേട്ടോ. നമ്മൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റിയോടുകൂടെ ജീവിക്കുന്ന മറ്റു കുറേ പേരുണ്ട്. അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം എന്ത് സംഭവിക്കും, വരാൻ പോകുന്ന, എനിക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ആങ്സൈറ്റിയായി അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇഫ് യു ആർ ടു ഡിപ്രസ്ഡ്, you live in your past. If you're too anxious, you try to live in your future. And if you are at peace of mind, you live your present എന്ന് പറയാറുണ്ട്. നിനക്ക് ഈ നിമിഷത്തിൻ്റെ സമാധാനം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ നീ ജീവിക്കണം. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖാനുഭവങ്ങളിൽ തന്നെ തളം കെട്ടിക്കിടക്കുന്നവരാകാതെയും സംഭവിക്കാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുള്ള ആങ്സൈറ്റികൾ ഒഴിവാക്കിയും ഈ സമയം നിന്റെ കൈകളിലുണ്ട്, ഇതിനെ ഏറ്റവും നന്നായി ജീവിക്കുക, ഏറ്റവും നന്നായി നീ അനുഭവിക്കുക, ഏറ്റവും സന്തോഷകരമായി ജീവിക്കുക. അതാണ് നിനക്ക് കൺട്രോളിലുള്ള കാര്യമെന്ന് പറയുന്നത്. യു കനോട്ട് അൺഡു വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് ഈസ് ഓൾറെഡി ബറീഡ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് സംസ്കരിക്കപ്പെട്ടു, അടക്കിക്കഴിഞ്ഞു. അതിനൊന്നും അൺഡു ചെയ്യുക സാധ്യമല്ല. ഇനി ഈ സമയം നിനക്കല്പം കൂടെ മെച്ചമായി ജീവിക്കാൻ പറ്റുമോ? ദാറ്റ് കൗണ്ട്സ് എ ലോട്ട്. അപ്രകാരമുള്ളൊരു ജീവിതമാണ് ഞാനും നിങ്ങളും നയിക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സഹോദരങ്ങളെ അടയാളങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കാനായി പരിശ്രമിക്കുന്ന ഈശോയിലൂടെ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. എന്നിട്ടും ഇപ്രകാരമൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും, അനുകൂലമായും പ്രതികൂലവുമായുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും യോഹന്നാൻ സുവിശേഷകൻ കൃത്യമായി പറയുകയാണ്, 13-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ, സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വചനം കാണാനായി സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം തിരുവചനം, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. എന്നെ അത്ഭുതപ്പെടുത്താറുള്ളൊരു വചനമാണിത്. ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവരെ അവൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് യോഹന്നാൻ ശ്ലീഹ ആ വചനം അവസാനിപ്പിക്കുകയല്ല, മറിച്ച് ഒരു സെമിക്കോളൻ ഇട്ടിട്ട് കൂട്ടിച്ചേർക്കാണ്, അവസാനം വരെ സ്നേഹിച്ചു. ടിൽ ദ എൻഡ്. ആദ്യം മുതലേ സ്നേഹിച്ചു തുടങ്ങിയവൻ അവനാണെന്നും അവസാനം വരെ സ്നേഹിക്കുന്നവൻ അവനാണെന്നും പാതി വഴിയിൽ കൈവിട്ടു കളയുന്നവനല്ല നിനക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കുന്ന നിന്റെ രക്ഷിതാവായ യേശു കർത്താവ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പ്രിയ സുഹൃത്തെ, കർത്താവ് നൽകുന്ന വലിയ ആശ്വാസമാണിത്. അവസാനം വരെ അവൻ കട്ടയ്ക്ക് കൂടെ നിൽക്കും. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, ആഴക്കടലിലേക്ക് പോകുമ്പോൾ വഞ്ചി ആടി ഉലഞ്ഞാലും,
തിരമാലകൾ ആർത്തലച്ചു വന്നാലും, വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും, ശിഷ്യന്മാർ കർത്താവെ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് കരയുമ്പോൾ അമരത്ത് തലയണ വെച്ച് ശാന്തമായി കിടന്നുറങ്ങുന്ന ഗുരുനാഥനുണ്ട് എന്നുള്ള ഓർമ്മ നിനക്കുണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളിൽ തകരാനുള്ളതല്ല ഈശോയുടെ പ്രിയ കുഞ്ഞെ നിൻ്റെ ജീവിതം. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ കർത്താവിൻ്റെ കൂടെയുണ്ട്. അമരത്ത് തലവെച്ചുറങ്ങുന്നവൻ എൻ്റെ നാഥനാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ അവനെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാൻ നിനക്ക് സാധിക്കണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ചറിയാൻ നിനക്ക് സാധിക്കും. ഈശോ വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യം ഇതല്ലേ? മഹത്വത്തിൻ്റെ പുസ്തകത്തിൻ്റെ വിവരണം ആരംഭിക്കുന്നതാണ് 13-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിലൂടെ. അവസാനം വരെ അവൻ അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ചിലരെ കുറിച്ചൊക്കെ പറയാറില്ലേ, അച്ഛാ ചങ്ക് പറിച്ചു കൊടുത്തും സ്നേഹിക്കും, കൂടെ നിൽക്കും. ചിലരുടെ ആത്മാർത്ഥതയെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളായത്. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ചങ്ങാതി, ഇന്നത്തെ കാലത്ത് ന്യൂജൻ ഭാഷ അനുസരിച്ച് എൻ്റെ ചങ്ക് എന്നൊക്കെ പറയാറില്ലേ, എന്ന് പറയാ ചങ്ക് കൊടുത്ത് സ്നേഹിക്കുന്നവർ. അപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി ഗോയിങ് ഫോർ എൻ എക്സ്ട്രാ മൈൽ, അതിനുവേണ്ടി എന്ത് തരത്തിലുള്ള അപകടം മുമ്പിലുണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ എൻ്റെ സ്നേഹിക്കുന്നവന് വേണ്ടിയിട്ടാണ്, സ്നേഹിക്കുന്നവൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. ഇപ്രകാരം ധൈര്യം കൊടുത്ത് കൂടെ നിർത്തുന്നവനാണ് കർത്താവ് എന്ന് തിരിച്ചറിയുക. സഹോദരങ്ങളെ, അവസാനം വരെ എന്നതിന് ഒരു ഗ്രീക്ക് വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സുവിശേഷത്തിൽ നിന്നും കടം കൊണ്ട വാക്കാണ് കേട്ടോ. യോഹന്നാൻ സുവിശേഷകൻ 4-ാം സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് വാക്ക്, അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തേലോസ് എന്നാണ്. തേലോസ് എന്ന ഈ ഗ്രീക്ക് വാക്ക് അവസാനം വരെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുമ്പോൾ തേലോസ് എന്ന വാക്കിന് അവസാനമെന്നും പൂർണ്ണത എന്നും അർത്ഥമുണ്ട്. 2 അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് തേലോസ്. ഗ്രീക്ക് മൂലത്തിലുള്ള തേലോസ് എന്ന വാക്കിന് അവസാനം വരെയെന്നും പൂർണ്ണതയെന്നുമുള്ള 2 അർത്ഥങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ നമ്മുടെ മലയാളം ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബൈബിളിനകത്ത് അവസാനം വരെ സ്നേഹിച്ചു എന്നാണ് തേലോസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കി മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന് മറ്റൊരു അർത്ഥമുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അത് പൂർണ്ണമായും അവൻ സ്നേഹിച്ചു എന്നാണ്. തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവരെ അവൻ സ്നേഹിച്ചു, അവരെ അവസാനം വരെ സ്നേഹിച്ചു എന്ന 13-ാം അധ്യായം 1-ാം തിരുവചനം. ഇപ്രകാരവും നമുക്ക് വായിക്കാം, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, പൂർണ്ണമായും സ്നേഹിച്ചു. എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട്, ദ ഫുൾനെസ് എന്ന അർത്ഥത്തിൽ പൂർണ്ണമായും സ്നേഹിക്കുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. സഹോദരങ്ങളെ, തൻ്റെ ജീവിതാവസാനം വരെ സ്നേഹത്തിൻ്റെ ജീവിതമാണ് ഈശോ നയിച്ചത്. അവൻ എല്ലാവരെയും സ്നേഹിച്ചു എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ പ്രത്യേകത. ദറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ഹിം എന്ന് വേണം നമുക്ക് പറയാം. ഒരു നിമിഷം പോലും ഈശോ സ്നേഹമില്ലാതെ ജീവിച്ചതായി നമ്മൾ കാണുന്നില്ല. അവൻ്റെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് സ്നേഹമായിരുന്നു, ലവ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ സ്നേഹം സർവോത്കൃഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായി എഴുതി വച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും അത്ഭുതങ്ങളുമെല്ലാം ദൈവ സ്നേഹം വെളിപ്പെടുത്തുന്നവയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദൈവസ്നേഹം വെളിപ്പെടുത്തലായിരുന്നു കർത്താവിൻ്റെ വാക്കുകളിലൂടെ, ദൈവസ്നേഹം വെളിപ്പെടുത്തുകയായിരുന്നു അവൻ്റെ പ്രവൃത്തികളിലൂടെ. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും ദൈവസ്നേഹം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവൻ തനിക്ക് തന്നെയും വേണ്ടി ഒരു അത്ഭുതവും ചെയ്തില്ല. അവൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ആവശ്യത്തിലിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളവ ആയിരുന്നു എന്ന് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയും ദൈവികമായി കൃപാവരങ്ങളിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടവരാണ്. അവിടുത്തെ പീഡാനുഭവവും മരണവും
ഈ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു യേശു കർത്താവിൻ്റെ പീഡാസഹനങ്ങളും കുരിശുമരണമൊക്കെ. ഞാൻ ആർക്കെങ്കിലും വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയാണ് സഹിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, വളരെ പ്രധാനമാണ്. ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്ന സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ വാക്കില്ലേ, തേലോസ് എന്ന വാക്ക്, പൂർണ്ണത എന്ന് അർത്ഥമുള്ള ഈ വാക്ക് ഈശോ പൂർണ്ണതയിൽ നമ്മെ സ്നേഹിച്ചു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പൂർണ്ണതയിൽ എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ ദൈവസഹജമായ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ട് തന്നെയും പൂർണ്ണനായ ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ആ ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിനെന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഈ പൂർണ്ണമായ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ എപ്പിസോഡിലൂടെ കാണാൻ വേണ്ടി ശ്രമിച്ചത് മഹത്വപ്പെടുന്ന ദൈവപുത്രനായ യേശു കർത്താവ് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് നൽകിയത് എന്നാണ്. യോഹന്നാൻ സുവിശേഷകൻ 13-ാം അധ്യായത്തിൽ കാൽവരി കുരിശിൽ കിടക്കുന്ന യേശു കർത്താവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പെസഹായിൽ ആരംഭിക്കുന്ന, അന്ത്യത്താഴത്തിൽ ആരംഭിക്കുന്ന, പാദം കഴുകലിൽ ആരംഭിക്കുന്ന യേശു കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ യാത്രയെ മറ്റുള്ളവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്ന അനുഭവമാക്കി മാറ്റുകയായിരുന്നു യോഹന്നാൻ സുവിശേഷകൻ. ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവസ്നേഹത്തിൽ ജീവിക്കണം എന്ന ഓർമ്മപ്പെടുത്തലോടും ആശംസയോടും കൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.